നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അനു, ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ നിനക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നല്ലോ. ഞാൻ നിന്നെ വിളിക്കാനായിട്ട് വരില്ലായിരുന്നോ? ഇന്ദ്രേട്ടൻ ഇവിടെ ഞാൻ വരുന്നതും കാത്തിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ പുറപ്പെട്ടിട്ടുണ്ടെന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞാൽ പിന്നെ ഞാൻ കാത്തിരിക്കണ്ടേ? ആ, അതെങ്ങനെയാ? ഞാൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കില്ലല്ലോ. അതുകൊണ്ടാ എവിടെ എത്തിയെന്ന് വിളിച്ചു ചോദിക്കാറുന്നത്. ഇന്ദ്രേട്ടൻ എന്താ സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് താമസം മാറിയത്? അതുകൊണ്ടല്ലേ ചീരുവിന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ നോക്കാൻ പോയ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ആ, അതിന് നിന്നോട് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും നീ തയ്യാറായില്ലല്ലോ. അത് തിരക്കിനിടയിൽ ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഇന്ദ്രേട്ടനെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞു. ഇന്ദ്രേട്ടൻ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് താമസം മാറ്റിയത് അമ്മ അവിടെ സുഖമായിട്ട് ജീവിച്ചോട്ടെന്ന് കരുതിയാവോ അല്ലേ? ഓ, കൊള്ളാം. അങ്ങനെയാണോ നീ കരുതിയിരിക്കുന്നേ? പക്ഷെ ഞാൻ ചിന്തിച്ചത് ആ വീട്ടിൽ നിന്ന് മാറിയാ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാവുന്ന. ഇങ്ങനൊരു വീട് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ദ്രേട്ടൻ അങ്ങനെ ചിന്തിക്കാൻ തോന്നുമായിരുന്നു. പണ്ട് അമ്മയുടെ ഇടയിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെടുമ്പോഴൊന്നും ഇന്ദ്രേട്ടൻ എന്നെ കൊണ്ട് മാറി താമസിക്കാനൊന്നും തോന്നിയിട്ടില്ല. അന്ന് അമ്മ ജയിച്ചു നിൽക്കുന്ന സമയമായിരുന്നല്ലോ. ഇന്ന് അമ്മ എന്റെ മുന്നിൽ തോറ്റു പോകുമെന്ന് തോന്നിയിട്ടായിരിക്കും അമ്മയെ രക്ഷിക്കാൻ വേണ്ടി എന്നെ മാറ്റി നിർത്തുന്നത്. അനു, നീ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത്. അല്ല, ഇവിടുന്ന് പഞ്ചരത്നത്തിലേക്ക് പോയപ്പോഴേക്കും നിനക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇന്ദ്രേട്ടാ. ഞാനൊന്നും അറിയാതെയല്ല സംസാരിക്കുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ. നീ എന്തറിഞ്ഞു എന്നാ? അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാണെന്നും ഇന്ദ്രേട്ടൻ വീട് ഒഴിഞ്ഞു കൊടുത്തത് എന്തിനാണെന്നൊക്കെ. എന്തിനാ? ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ നീ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പറ, ഞാനും കൂടെ അറിയട്ടെ. വേണ്ട, ഞാൻ സങ്കല്പിച്ചതും ഇന്ദ്രേട്ടൻ ചിന്തിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പൊ വന്നത് ഈ വീട്ടിൽ താമസിക്കാനല്ല, ഇന്ദ്രേട്ടന്റെ കൂടെ ഇന്ദ്രേട്ടന്റെ വീട്ടിൽ വന്ന് താമസിക്കാനാ. എന്നെ മോനെ ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊണ്ടുപോവാൻ ഇന്ദ്രേട്ടന് പറ്റുമോ? ഇല്ല, അമ്മയുള്ള ആ വീട്ടിലേക്ക് ഇനി നിന്നെയും മോനെ കൊണ്ടുപോകണ്ടെന്നാ എന്റെ തീരുമാനം. എന്നാ ഇന്ദ്രേട്ടന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കേണ്ടെന്നാ എന്റെയും തീരുമാനം. മോളെ അനു. വേണ്ട പനുമേ, അനു എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുക. അതെന്തെങ്കിലും എന്നോട് തുറന്നു പറയാൻ തോന്നുമ്പോ നീ എന്നെ വിളിക്ക, അന്ന് ഞാൻ വരാം. അയ്യോ മോളെ, മോനെ മോനെ ഇന്ദിര, ഇന്ദിര. ഇന്ദ്രേട്ടൻ പോയി. എന്താ ചേച്ചി ഇതൊക്കെ? മോളെ ഒന്നുമില്ല, നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. എന്താ ഇതൊക്കെ? ഇച്ചുമോനെ, നീ എന്തിനാണ് അച്ഛൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നേ? നമ്മുടെ വീട് അതല്ലേ. നിനക്കും നിന്റെ അച്ഛമ്മേനെ പേടിയാണ്. കുഞ്ഞിനെന്തറിയാം മോളെ? ഹാ, എന്താ പ്രശ്നമെന്ന് നീ ഞങ്ങളോട് പറ. പ്രശ്നോ? എന്ത് പ്രശ്നം? എന്നോട് ചോദിക്കാതെ ഇന്ദ്രേട്ടനൊരു തീരുമാനം എടുത്തതിന് ഞാനൊന്ന് വരട്ടെന്നേ ഉള്ളൂ. അത് വിശ്വസിക്കാൻ മാത്രമേ മണ്ടന്മാരൊന്നുമല്ല ഞങ്ങള്. ഞങ്ങൾ അറിയാത്ത എന്തോ ഒരു പ്രശ്നം ഇന്ദ്രേട്ടനും അനുചേച്ചിക്ക് ഇടയിൽ പുകയുന്നുണ്ട്. അതെ മോളെ, ഇന്ദ്രൻ ഇതുവരെ വലിയ സന്തോഷത്തിലായിരുന്നു. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഇന്ദ്രന്റെ തീരുമാനം തെറ്റാണെന്ന് മോൾക്ക് തോന്നാൻ എന്താ കാരണം? എനിക്കങ്ങനെ തോന്നി ഭാനുമ്മ. കാരണമൊന്നും ഇപ്പൊ ആരും എന്നോട് ചോദിക്കണ്ട. കാരണമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഇന്ദ്രേട്ടനോട് ഞാൻ അങ്ങനെ പെരുമാറിയത്. ചേച്ചി, ഇന്ദ്രേട്ടനും അനുചേച്ചി തമ്മിലുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾ തമ്മിൽ തീർക്കയോ തീർക്കാതിരിക്കുകയോ ചെയ്തോ? രഘുവേട്ടന്റെ അവസ്ഥ എന്താ? രഘുവേട്ടൻ എല്ലാരും കൂടി പഞ്ചരത്നത്തിൽ നിന്ന് ഇറക്കി വിട്ടാണോ? അതെന്താ മഞ്ചാടി നീ അങ്ങനെ ചോദിച്ചത്? രഘുവേട്ടൻ കമ്പനി നോക്കി നടത്താൻ വേണ്ടിയല്ലേ പഞ്ചരത്നത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? അതൊക്കെ ആയിരിക്കാം. പക്ഷെ രഘുവേട്ടന് ഇവിടെ കിടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാ. ദാസങ്ങളുടെ വീട്ടിലിപ്പോ
രഘുവേട്ടന് പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ വന്നിരുന്നു. ഇന്ദ്രേട്ടനും അനുചേച്ചിയും ഇനി മുതൽ ഇവിടെ താമസിക്കാൻ പോവാന്ന് തോന്നിയപ്പോ പിന്നെ വന്നില്ല. രഘുവേട്ടനെ പഞ്ചരത്നത്തിൽ കേറ്റാതിരുന്ന രഘുവേട്ടന്റെ വഴി രഘുവേട്ടൻ നോക്കും. മഞ്ചാടി, നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം പറ മോളെ, രഘുവിന് ഇവിടെ താമസിക്കാൻ വേണ്ടിയാണോ ഇന്ദ്രന്റെ കൂടെ ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് നീ തീരുമാനിച്ചത്? അയ്യോ, സത്യമായിട്ട് അങ്ങനെയൊന്നും അല്ല ഭാനുമ്മേ. ഞാനും ഇന്ദ്രേട്ടനെ ഇവിടെ താമസിക്കുമ്പോ രഘുവേട്ടനെ ഇവിടെ താമസിച്ച എന്താ കുഴപ്പം? അതുകൊണ്ടൊന്നും അല്ല ഭാനുമ്മേ. പിന്നെ എന്തിനാ ചേച്ചി ഇന്ദ്രേട്ടനെ പിണക്കിയത്? ഇന്ദ്രേട്ടൻ അങ്ങനെ പിണങ്ങിയിട്ടൊന്നും ഇല്ല മഞ്ചാടി. ഞാനറിയാതെ ഇന്ദ്രേട്ടന് ഒരു കാര്യം ചെയ്തതിന് ചെറിയൊരു ഷോക്ക് കൊടുത്തതാ ഞാൻ. ഇന്ദ്രേട്ടൻ ഇന്ന് തന്നെ വന്ന് എന്നോട് തുറന്നു പറയും. അതോടെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നവും തീരും. ശരി, തീർന്നാ കൊള്ളാം.